നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് അവരോധിക്കപ്പെടാനുള്ള തയ്യാറെടുപ്പിനിടെ ബ്രിട്ടനെ ഉദ്യോഗസ്ഥ ഭരണത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുമെന്ന പ്രഖ്യാപനവുമായി ബെൻഹാം രംഗത്ത്. രാജ്യത്തെ നയിക്കാൻ താൻ പ്രാപ്തനാണെന്ന് അറിയിക്കാനായി ബെൻഹാം അവതരിപ്പിക്കുന്നത് 10 വർഷത്തെ ബ്ലൂ പ്രിന്റ്. യുകെയിൽ വിദേശ കെയർ വർക്കർമാർക്ക് സ്ഥിരതാമസം ലഭിക്കാൻ നിലവിലെ 5 വർഷത്തിനു പകരം 10 വർഷം കാത്തിരിക്കണമെന്ന സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. രാജ്യത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്ന പദ്ധതികളാണ് 10 വർഷത്തെ ദൗത്യമായി ബെൻഹാം അവതരിപ്പിക്കുക. യുകെയിൽ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ അപ്രന്റീസ്ഷിപ്പ് പദ്ധതികൾക്കും തൊഴിൽ പിന്തുണ ഗ്രാന്റുകൾക്കും കൂടുതൽ സർക്കാർ ധനസഹായം നൽകണമെന്ന് റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ. ചാൻസലർ റിച്ചർഡ് റിവ്സ് കൊണ്ടുവന്ന തൊഴിൽ നികുതി വർധനവ് തൊഴിലുടമകളുടെ ചെലവ് കൂട്ടിയെന്നും അതിന്റെ ആഘാതം യുവാക്കളുടെ നിയമനത്തിൽ പ്രകടമാണെന്നും ബിസിനസ് സംഘടനകൾ. തൊഴിലുടമകളുടെ നാഷണൽ ഇൻഷുറൻസ് സംഭാവന വർധനവ് പിൻവലിക്കുകയോ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് കുറഞ്ഞ വേതനം കുറയ്ക്കുകയോ ചെയ്താൽ യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുമെന്ന് ബിസിനസ് സംഘടനകളുടെ വാദം തള്ളിക്കളഞ്ഞു. യുകെയിൽ നിന്നും വർഷാവർഷം നാടുകടത്തുന്ന അനധികൃത കുടിയേറ്റക്കാർ അധികം വൈകാതെ ഇവിടേക്ക് തിരിച്ചെത്തുന്നതായി കണ്ടെത്തൽ. ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വീണ്ടും ഭാഗ്യ പരീക്ഷണത്തിനായി ബ്രിട്ടനിലെത്തുന്നത്. 2021 മുതൽ 25 വരെയുള്ള കാലയളവിൽ തിരിച്ചെത്തിയത് 4300 പേർ. ഏകദേശം 723 കുടിയേറ്റക്കാർ രണ്ടോ അതിലേറെയോ തവണ നാടുകടത്തപ്പെട്ടവർ. നിയമപരമായി ബ്രിട്ടനിലെത്തുന്ന കുടിയേറ്റക്കാർക്ക് വെല്ലുവിളിയാവുകയാണ് അനധികൃത കുടിയേറ്റക്കാർക്കും ചെറുബോട്ടിൽ എത്തിയവർക്കും ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നത്. ഇറാനും യുഎസും ആക്രമണം നിർത്തി. യുഎസും ഇറാനും വാരാന്ത്യത്തിൽ പുനരാരംഭിച്ച പ്രത്യാക്രമണം നിർത്തിവെച്ചു ചർച്ചയുമായി മുന്നോട്ടു പോകാൻ ധാരണ. ആക്രമണത്തിൽ നിന്ന് ഇരു കക്ഷികളും പിന്മാറിയെന്നും ധാരണാപത്രത്തിലെ വ്യവസ്ഥ പ്രകാരം ഹോർമൂസ് കടലിടുക്കിലൂടെ ഇരുവശത്തേക്കുമുള്ള കപ്പൽ നീക്കം സ്വതന്ത്രമായി നടക്കുമെന്നും അധികൃതർ. ഇരു കൂട്ടരും അന്യോന്യം ആക്രമണം നടത്തിയത് സമാധാന കരാർ അന്തിമമാക്കാനുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കുമോ എന്ന ആശങ്കയിലെന്ന് സൈന്യം. വടക്കൻ ജർമ്മൻ നഗരമായ സ്റ്റഡിലുണ്ടായ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെടിവെപ്പിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ജനങ്ങൾ സ്വന്തം സുരക്ഷ മുൻനിർത്തി പ്രദേശത്തു നിന്ന് മാറി നിൽക്കണമെന്നും പോലീസിന്റെ താക്കീത്. സംഭവത്തെ തുടർന്ന് പോലീസ് പ്രദേശത്ത് വൻതോതിലുള്ള സുരക്ഷാ ഓപ്പറേഷൻ നടത്തി. അമേരിക്കയെ അപേക്ഷിച്ച് ജർമ്മനിയിൽ തോക്ക് കൈവശം വെക്കുന്നതിനുള്ള നിയമങ്ങൾ വളരെ കർശനമായതിനാൽ കൂട്ടവെടിവെപ്പുകൾ അപൂർവമായാണ് സംഭവിക്കാറുള്ളത്. വെടിവെപ്പിന് പിന്നിലെ കാരണം വ്യക്തമല്ല. പശ്ചിമ ബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. UCC ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ മുൻ സുപ്രീം കോടതി ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു സർക്കാർ. റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിക്ക് 1 മാസത്തെ സമയം. UCC കരട് ബില്ലിൽ ജൂലൈ 2-ന് സംസ്ഥാന മന്ത്രിസഭ പരിഗണിക്കും. ഓഗസ്റ്റിൽ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സുവേന്ദു അധികാരി. എന്തുവന്നാലും ബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും UCC ബിൽ അവതരിപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി. കോച്ചിംഗ് സെന്ററുകളെ നിയന്ത്രിക്കാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത്. കോച്ചിംഗ് സെന്ററുകളെ നിയന്ത്രിക്കാനുള്ള നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതായി ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന വിവാദം ഉയർന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. കോച്ചിംഗ് സെന്ററുകളുമായുള്ള ദേശീയ നിയമം കൊണ്ടുവരുമെന്നും JEE, NEET, CUET പരീക്ഷകൾ പരിഷ്കരിക്കുകയും ചെയ്യുമെന്നും കേന്ദ്ര സർക്കാർ. കോച്ചിംഗ് സെന്ററുകളിൽ അധ്യാപകരുടെ യോഗ്യതയും വിജയനിരക്കും വെളിപ്പെടുത്തണമെന്നും പുതിയ നിയമം അനുശാസിക്കുന്നു. പുതിയ നീക്കത്തോടെ കടിഞ്ഞാൻ വീഴുന്നത് കോച്ചിംഗ് സെന്ററുകളിലെ ടോപ്പർ പരസ്യങ്ങൾക്ക്. വിഴിഞ്ഞം തുറമുഖത്ത് വൻ വിദേശ നിക്ഷേപത്തിനൊരുങ്ങുകയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയായ MSC. ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് വിഴിഞ്ഞം തുറമുഖത്തിൽ 13,000 കോടി രൂപയുടെ വൻ നിക്ഷേപം നടത്തും. പുതിയ നിക്ഷേപത്തോടെ തുറമുഖത്തിന്റെ ശേഷി 16 ലക്ഷം TEU-വിൽ നിന്നും 57 ലക്ഷം TEU ആയി മാറും. കേരളത്തിലെ ഏറ്റവും ഉയർന്ന വിദേശ നിക്ഷേപമാണ് ഇത്. MSC നടത്തുന്നതെന്നും തുറമുഖ വളർച്ചയിലെ കുതിച്ചുചാട്ടമാണെന്നും പ്രതികരിച്ച് അദാനി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി MSC സ്വന്തമാക്കും. 2075-ൽ തുറമുഖം സംസ്ഥാനത്ത് കൈമാറുമ്പോൾ MSCയുടെ റോൾ എന്താകുമെന്ന ആകാംക്ഷയിൽ കേരള സർക്കാർ. വാർത്തകൾ വിശദമായി. ഉദ്യോഗസ്ഥ ഭരണത്തിൽ നിന്ന് ബ്രിട്ടനെ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കാൻ ഒരുങ്ങി ആൻഡി ബെൻഹാം. ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച് MP ആയ ബെൻഹാം പ്രധാനമന്ത്രി പദത്തിലേക്ക് അവരോധിക്കപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. രാജ്യത്തെ നയിക്കാൻ താൻ പ്രാപ്തനാണെന്ന് അറിയിക്കാനായി 10 വർഷത്തെ ബ്ലൂ പ്രിന്റാണ് ഇതിനായി അവതരിപ്പിക്കുക. ബ്രിട്ടൻ ഭരിക്കുന്നവർ മാത്രം മാറിയാൽ പോരാ, ബ്രിട്ടനെ ഭരിക്കുന്ന രീതിയും മാറണം എന്നാണ് തന്റെ ആദ്യ നേതൃത്വ പ്രസംഗത്തിൽ ബെൻഹാം വ്യക്തമാക്കുന്നത്. മാഞ്ചസ്റ്ററിലെ പീപ്പിൾസ് ഹിസ്റ്ററി മ്യൂസിയത്തിൽ സംസാരിക്കുന്ന അദ്ദേഹം ഒരു പുതിയ നയം 10 നോർത്താകും സമ്മാനിക്കുകയെന്നാണ് വ്യക്തമാവുക. പദ്ധതി വ്യാവസായികവൽക്കരണം പുനരാരംഭിക്കുവാനും വീടുകൾ പണിയാനും ഇൻഫ്രാസ്ട്രക്ചറും അവശ്യ സാധനങ്ങളും കെട്ടിപ്പടുത്തും രാജ്യത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്ന പദ്ധതികളാണ് 10 വർഷത്തെ ഔദ്യോഗികമായി ദൗത്യമായി പ്രധാനമന്ത്രിയാകാൻ മോഹിക്കുന്ന ബെൻഹാം അവതരിപ്പിക്കുക. യുവാക്കൾ വൻതോതിൽ ജോലിയും വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും ഇല്ലാതെ ഇരിക്കുന്നത്
കുറയ്ക്കാനായി യൂണിവേഴ്സിറ്റി റൂട്ടുകൾക്കൊപ്പം ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകും. എന്നാൽ ബെൻഹാം 10ൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യങ്ങൾ ലേബർ പാർട്ടി തള്ളിക്കളഞ്ഞു. പ്രസിഡൻഷ്യൽ രീതി ഇല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് ആവശ്യമില്ല എന്ന് ഹൌസിംഗ് സെക്രട്ടറി സ്റ്റീവ് റീഡ് പ്രതികരിച്ചു. അതിനിടെ യുകെയിലെ വിദേശ കെയർ വർക്കർമാർക്ക് സ്ഥിരതാമസം ലഭിക്കാൻ നിലവിലെ 5 വർഷത്തിന് പകരം 10 വർഷം കാത്തിരിക്കണമെന്ന സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. തൊഴിലാളി യൂണിയനുകളും കെയർ വർക്കർമാരും ഇതിൽ എതിർപ്പ് അറിയിക്കുകയാണ്. ക്രൂരവും മനസാക്ഷിയില്ലാത്തതുമായ നയമെന്നാണ് വിമർശനം ഉയരുന്നത്. യുകെയിൽ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ തൊഴിലുടമകൾക്ക് നികുതി ഇളവ് നൽകുന്നതിന് പകരം അപ്രന്റീസ്ഷിപ്പ് പദ്ധതികൾക്കും തൊഴിൽ പിന്തുണ ഗ്രാന്റുകൾക്കും കൂടുതൽ സർക്കാർ ധനസഹായം നൽകണമെന്ന് പ്രമുഖ ചിന്താ കേന്ദ്രമായ റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ തൊഴിലുടമകളുടെ നാഷണൽ ഇൻഷുറൻസ് സംഭാവന വർധനവ് പിൻവലിക്കുകയോ 21 വയസ്സിൽ താഴെയുള്ളവർക്കുള്ള കുറഞ്ഞ വേതനം കുറയ്ക്കുകയോ ചെയ്താൽ യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുമെന്ന ബിസിനസ് സംഘടനയുടെ വാദം പഠനം തെളിയിക്കുന്നു. പകരം യുവാക്കളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ലക്ഷ്യമിട്ടുള്ള വേതന സബ്സിഡികളാണ് കൂടുതൽ ഫലപ്രദമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്ത് തൊഴിലും വിദ്യാഭ്യാസവും പരിശീലനവും ഇല്ലാത്ത 16 മുതൽ 24 വയസ്സുവരെയുള്ള യുവാക്കളുടെ എണ്ണം ഈ വർഷം 10 ലക്ഷം കടന്ന സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. ചാൻസലർ റേച്ചൽ റിവ്സ് കൊണ്ടുവന്ന തൊഴിൽ നികുതി വർധനവ് തൊഴിലുടമകളുടെ ചെലവ് കൂട്ടിയെന്നും അതിന്റെ ആഘാതം യുവാക്കളുടെ നിയമനത്തിൽ പ്രകടമാണെന്നും ബിസിനസ് സംഘടനകൾ ആരോപിച്ചു. യുവാക്കളെ ജോലിക്കെടുത്ത് ചിലവേറിയതാണ് എന്നും വ്യവസായ രംഗത്തിന്റെ വിമർശനം. എന്നാൽ റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ പറയുന്നത് തൊഴിലുടമകളുടെ നാഷണൽ ഇൻഷുറൻസ് പൂർണ്ണമായും ഒഴിവാക്കിയാലും അതിന് ഏകദേശം 5.1 ബില്യൺ പൗണ്ട് ചെലവാകുമ്പോൾ വെറും 38,000 അധിക യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നു എന്നതാണ്. അതായത് ഓരോ തൊഴിലിനും ഏകദേശം 1,32,000 പൗണ്ട് സർക്കാർ ചെലവഴിക്കേണ്ടി വരുമെന്ന് റിപ്പോർട്ടിൽ വിലയിരുത്തുന്നു. അതുപോലെ 25 വയസ്സിൽ താഴെയുള്ളവരുടെ കുറഞ്ഞ വേതനം കുറച്ചാലും ഫലം പരിമിതമായിരിക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിലൂടെ 15,000-ൽ അധികം യുവാക്കൾക്ക് മാത്രമേ തൊഴിൽ ലഭിക്കൂ. എന്നാൽ നിലവിൽ ഉയർന്ന വേതനം ലഭിക്കുന്ന ഏകദേശം 2.3 ലക്ഷം യുവ തൊഴിലാളികൾക്ക് പ്രതിവർഷം ആകെ 379 ദശലക്ഷം പൗണ്ട് വരുമാന നഷ്ടം ഉണ്ടാകുമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. യുകെയിൽ നിന്നും വർഷാവർഷം നാടുകടത്തുന്ന അനധികൃത കുടിയേറ്റക്കാർ അധികം വൈകാതെ ഇവിടേക്ക് തിരിച്ചെത്തുന്നതായി കണ്ടെത്തൽ. ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വീണ്ടും ഭാഗ്യ പരീക്ഷണത്തിനായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത്. മുൻപ് പല സമയത്തായി നാടുകടത്തിയ ഏകദേശം 4,300 പേരാണ് 2021 മുതൽ 25 വരെയുള്ള കാലയളവിൽ തിരിച്ചെത്തിയത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ നാടുകടത്തിയ 4,614 പേർ തിരികെ പ്രവേശിച്ചതായി ഡാറ്റ വെളിപ്പെടുത്തുന്നു. ഏകദേശം 723 കുടിയേറ്റക്കാർ 2 അതിലേറെയോ തവണ നാടുകടത്തപ്പെട്ടവരാണ് എന്നത് ഏറ്റവും ഞെട്ടിക്കുന്നതാണ്. തിരികെ പ്രവേശിച്ച എത്ര പേർ ഇപ്പോഴും യുകെയിലുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഓരോ ദിവസവും 2-ലേറെ കുടിയേറ്റക്കാർ നാടുകടത്തിയ ശേഷം തിരികെ എത്തുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുൻ ID പരിശോധനകളുമായി മാച്ച് ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഇതിന്റെ യഥാർത്ഥ തോത് കൂടുതലാകുമെന്നും ഹോം ഓഫീസ് സമ്മതിക്കുന്നുണ്ട്. നിയമപരമായി ബ്രിട്ടനിലെത്തുന്ന കുടിയേറ്റക്കാർക്ക് വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുമ്പോൾ ആരും അറിയാതെ അനധികൃത കുടിയേറ്റക്കാർക്കും ചെറുബോട്ടിൽ എത്തിയവർക്കും ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നത് എളുപ്പമാകുന്ന സ്ഥിതിയാണ്. UK ഭവന വിപണി കടുത്ത സ്തംഭനാവസ്ഥയിൽ. ഒരു ഭാഗത്ത് കടമെടുപ്പ് ചെലവുകൾ ഉയരുന്നതിന്റെ ഭീതി വർദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് ഇടത് നിലപാടുമായി ആന്റി ബെൻഹാം പ്രധാനമന്ത്രി പദത്തിലെത്തുന്നതാണ് ആശങ്ക ഉയർത്തുന്നത്. ഇത് രണ്ടും ചേർന്ന് വിപണിയിൽ വീട് വാങ്ങാൻ ആളുകൾക്ക് ധൈര്യമില്ലാത്ത അവസ്ഥ. കഴിഞ്ഞ മാസം കേവലം 56,205 മോർഗേജുകളാണ് അംഗീകരിക്കപ്പെട്ടതെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഏപ്രിൽ മാസത്തിൽ 66,034 മോർഗേജുകളിൽ നിന്നുമാണ് ഈ ഇറക്കം. 2023 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നില കൂടിയാണിത്. ജനുവരി മുതൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ 5-ൽ 3 വീടുകളും വാങ്ങാൻ ആളെ കിട്ടിയിട്ടില്ല എന്നാണ് പ്രോപ്പർട്ടി വെബ്സൈറ്റ് സുപ്ലൈയുടെ റിസർച്ച് വ്യക്തമാക്കുന്നത്. വർഷാവർഷ കണക്കുകൾ അനുസരിച്ച് വീടുകളുടെ വിൽപ്പന 7% താഴ്ന്നിട്ടുണ്ട്. ഉയർന്ന മോർഗേജ് നിരക്കുകളും രാഷ്ട്രീയ അനിശ്ചിതത്വ അവസ്ഥയും ചേർന്നാണ് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇടമില്ലാതാക്കിയത്. പ്രധാനമന്ത്രി മാറുന്നതും ഭാവിയിലെ നികുതികൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്കും ഓട്ടം ബഡ്ജറ്റ് ചെലവുകൾക്ക് മുൻഗണന നൽകുന്നതായി ബന്ധപ്പെട്ട സംശയങ്ങളുമാണ് അനിശ്ചിതാവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഈ സമ്മറിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നാണ് ഇൻഡസ്ട്രിയൽ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അടുത്ത മാസം കെയർ സ്റ്റാമറുടെ പിൻഗാമിയായ ബെൻഹാം അധികാരത്തിലേറുമെന്നാണ് പ്രതീക്ഷ. ഇടതു നിലപാടുകൾ ശക്തമായി പ്രയോഗിക്കുന്ന ബെൻഹാം വളർച്ചയ്ക്ക് പകരം ബെനിഫിറ്റുകൾക്ക് മുൻഗണന കൊടുത്താൽ പ്രതിസന്ധി രൂക്ഷമാകും. ഇറാൻ യുദ്ധം സൃഷ്ടിക്കുന്ന അനിശ്ചിതാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ യുകെയിലെ ഭവന വില തുടരെ 3-ാം മാസവും വീണു. യുദ്ധം മൂലം മോർഗേജ് നിരക്കുകൾ ഉയരുന്നതാണ് പ്രധാന കാരണം. ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് താങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ഡിമാൻഡിനെ ബാധിക്കുകയും ചെയ്യുന്നു. രാജ്യത്തെ ശരാശരി ഭവന വില മേയിൽ 0.1% താഴ്ന്ന് 2,98,806 പൗണ്ടിലേക്ക് എത്തി.
തുടർച്ചയായ 3-ാം മാസമാണ് ഭവനവില ഇടിയുന്നതെന്ന് ഹാലിഫാക്സ് വ്യക്തമാക്കുന്നു. മേയിൽ നിരക്ക് വർധനവിലേക്ക് മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് തിരിച്ചടി നേരിട്ടത്. ഏപ്രിൽ മാസത്തിൽ 0.1%, മാർച്ചിൽ 0.5% നിരക്ക് താഴ്ന്നിരുന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളുടെ അനിശ്ചിതാവസ്ഥ പ്രോപ്പർട്ടി വിലയെ ബാധിക്കുന്ന ട്രെൻഡ് തുടരുകയാണെന്നും ഹാലിഫാക്സ് മോർഗേജ് മേധാവി അമാൻഡ് ബ്രൈഡൻ പറഞ്ഞു. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് സർക്കാർ മുന്നോട്ട് വെച്ച പുതിയ കരാർ സ്വീകരിച്ച് ഇംഗ്ലണ്ടിലെ റെസിഡന്റ് ഡോക്ടർമാർ ഇതോടെ പണിമുടക്കുകൾ അവസാനിപ്പിച്ചു. NHS £1 ബില്യൺ നഷ്ടം വരുത്തിവെച്ച സമരങ്ങൾക്കാണ് അവസാനമാകുന്നത്. പ്രഖ്യാപിച്ച സമരം ഈ മാസം ആദ്യമാണ് നിർത്തിവെച്ച് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ഓഫർ അംഗങ്ങളുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചത്. 2016 റെസിഡന്റ് ഡോക്ടർമാർ കോൺട്രാക്ട് നിബന്ധനകൾ പ്രാദേശികമായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഡോക്ടർമാർക്ക് ബാധകമാവുകയും ശരാശരി 6.6% ശമ്പള വർധനവുമാണ് പാക്കേജിൽ ഉൾപ്പെടുന്നത്. കൂടാതെ അടുത്ത 3 വർഷക്കാലത്തേക്ക് 4500 അധിക സ്പെഷ്യാലിറ്റി ട്രെയിനിംഗ് സീറ്റുകൾ ലഭ്യമാക്കാനും പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു. ഈ കരാർ സ്വീകരിക്കപ്പെട്ടതോടെ 4 വർഷത്തിനിടെ റെസിഡന്റ് ഡോക്ടർമാരുടെ ശമ്പളം 35.2% വർദ്ധിച്ചതായി ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. നഷ്ടപ്പെട്ട വരുമാനം തിരിച്ചുപിടിക്കുന്നതിന്റെ പാതയിൽ തുടരാൻ നിലവിലെ ഓഫർ പര്യാപ്തമാണ് എന്ന് അംഗങ്ങൾ തീരുമാനിച്ചതായും BMA റെസിഡന്റ് ഡോക്ടർമാർ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജാക്ക് ഫ്ലച്ച് പറഞ്ഞു. NHSലെ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ ഇല്ല എന്നുള്ള പ്രശ്നം പരിഹരിക്കാൻ കരാർ ഉപകരിക്കും. അതുകൊണ്ട് തന്നെ സമരങ്ങൾ അവസാനിപ്പിക്കുകയാണെന്നും ഫ്ലച്ചർ കൂട്ടിച്ചേർത്തു. 2023 മാർച്ച് 13 തുടങ്ങിയതാണ് റെസിഡന്റ് ഡോക്ടർമാരുടെ സമരങ്ങൾ. ഇത് അവസാനിപ്പിക്കാൻ 2024 ജൂലൈയിൽ അന്നത്തെ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീറ്റിംഗ് 22% ശമ്പള വർധനവ് അനുവദിച്ചെങ്കിലും പണിമുടക്ക് വീണ്ടും തുടങ്ങുകയായിരുന്നു. സമരങ്ങൾ മൂലം ആയിരക്കണക്കിന് രോഗികൾ ദുരിതത്തിലായിരുന്നു. വാരാന്ത്യത്തിൽ പുനരാരംഭിച്ച പ്രത്യാക്രമണങ്ങൾ നിർത്തിവെക്കാൻ US-ഉം ഇറാനും തീരുമാനിച്ചതായി മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. ചർച്ചയുമായി മുന്നോട്ടു പോകാനാണ് ധാരണ. ഇരുകൂട്ടരും അന്യോന്യം ആക്രമണം നടത്തിയത് സമാധാന കരാർ അന്തിമമാക്കാനുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കുമോ എന്ന ആശങ്ക ഉയർന്ന സാഹചര്യത്തിൽ ആക്രമണത്തിൽ നിന്നും ഇരു കക്ഷികളും പിന്മാറിയെന്നും ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിലെ ഇരുവശത്തേക്കുമുള്ള കപ്പൽ നീക്കം സ്വതന്ത്രമായി നടക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇറാൻ US സാങ്കേതിക തല ചർച്ച ചൊവ്വാഴ്ച ഖത്തറിൽ പുനരാരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാനാണ് ചർച്ച ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതെന്നും അവകാശപ്പെട്ടു. എന്നാൽ ഇത് ഇറാൻ നിഷേധിക്കുകയായിരുന്നു. ഈ ആഴ്ച US-ഉമായി ഒരു ചർച്ചയും നിശ്ചയിച്ചിട്ടില്ല എന്ന് ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രി കാസിം ഹരിബാദി പറഞ്ഞു. ഒമാൻ തീരത്തെ ചരക്കു കപ്പൽ ആക്രമിക്കപ്പെട്ടതോടെയാണ് വെള്ളിയാഴ്ച വീണ്ടും സംഘർഷം തുടങ്ങിയത്. കപ്പൽ ആക്രമിച്ച് ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചു എന്നാരോപിച്ച് US സൈന്യം ഇറാനിൽ ആക്രമണം നടത്തി. മറുപടിയായി ഗൾഫ് രാഷ്ട്രങ്ങളിലെ US താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിട്ടു. ഏപ്രിൽ 8 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ 60 ദിവസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ടുള്ള ഇടക്കാല കരാർ ജൂൺ 17 പ്രാബല്യത്തിലായത്. അതിനുശേഷം ഹോർമുസ് കടലിടുക്കിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. അതുപ്രകാരം കപ്പലുകൾ കടലിടുക്കിലേക്ക് പ്രവേശിക്കുവാനും പുറത്തേക്ക് പോകാനും ഇറാന്റെ അനുമതി വാങ്ങണമെന്ന് നിർദ്ദേശം നൽകി. എന്നാൽ ഇത് മറികടന്ന് ഹോർമുസിലൂടെ സുരക്ഷിത ഗതാഗതം ഉറപ്പാക്കുന്നതിനായി ഒമാന്റെ തീരത്തോട് ചേർന്നുള്ള ബദൽപാത UN മാരിടൈം ഏജൻസി നിർദ്ദേശിച്ചത് ഇറാനെ പ്രകോപിപ്പിച്ചിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ആഴ്ച അതിലൂടെ പോയ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. ഇറാൻ അംഗീകരിക്കാത്ത ഹോർമുസ് കടലിടുക്കിലെ മറ്റു പാതകളിലൂടെ കപ്പൽ നീക്കം സാധ്യമാക്കാനുള്ള ഏതൊരു ശ്രമവും സ്ഥിതി സങ്കീർണമാക്കുമെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി മുന്നറിയിപ്പ് നൽകി. വടക്കൻ ജർമ്മൻ നഗരമായ സ്റ്റേഡിലുണ്ടായ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ മറ്റുള്ളവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് വ്യക്തമാക്കി. വെടിവെപ്പിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത്. സംഭവത്തെ തുടർന്ന് പോലീസ് പ്രദേശത്ത് വൻതോതിലുള്ള സുരക്ഷാ ഓപ്പറേഷൻ നടത്തിവരികയാണ്. ജനങ്ങൾ സ്വന്തം സുരക്ഷ മുൻനിർത്തി ഈ പ്രദേശത്തു നിന്ന് മാറി നിൽക്കണമെന്ന് പോലീസ് എക്സ്പോസ്റ്റിലൂടെ അഭ്യർത്ഥിച്ചു. അമേരിക്കയെ അപേക്ഷിച്ച് ജർമ്മനിയിൽ തോക്ക് കൈവശം വെക്കുന്നതിനുള്ള നിയമങ്ങൾ വളരെ കർശനമാണ്. അതിനാൽ ഇത്തരം കൂട്ട വെടിവയ്പ്പുകൾ അവിടെ അപൂർവമായാണ് സംഭവിക്കാറുള്ളത്. 25 വയസ്സിന് താഴെയുള്ള ആർക്കും തോക്ക് ലൈസൻസിനായി അപേക്ഷിക്കുന്നതിന് മുമ്പ് മാനസികാരോഗ്യ പരിശോധന നിർബന്ധമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം ഡിസംബറിൽ അമേരിക്ക സന്ദർശിക്കുമെന്ന് ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോർ. ഡിസംബർ 14-15 തീയതികളിൽ ഫ്ലോറിഡയിലെ മിയാമിയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഇന്ത്യൻ സന്ദർശനത്തിനിടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സന്ദർശനത്തിനായി ക്ഷണിച്ചതെന്നും സെർജിയോ ഗോർ വ്യക്തമാക്കി. അടുത്ത വർഷം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നും സ്ഥാനപതി സൂചിപ്പിച്ചു. പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സൗഹൃദം ലോകം അസൂയയോടെയാണ് നോക്കിക്കാണുന്നതെന്നും സെർജിയോ വ്യക്തമാക്കി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാർ ഉടൻ അന്തിമഘട്ടത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീനിന് പ്രസിഡന്റ് ട്രംപിലുള്ള വിശ്വാസം നടപടികൾ വേഗത്തിലാക്കാൻ സഹായിക്കുന്നുണ്ട് എന്നും പസഫിക് മേഖലയിലെ സുരക്ഷ ചർച്ച ചെയ്യുന്നതിനായുള്ള കോഡ് ഉച്ചകോടി ഫിലിപ്പീൻസിൽ നടക്കാനിരിക്കുകയാണ്.
ഇത് മേഖലയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്: ഒരു പൗണ്ട് 125.14 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 94.59 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 107.73 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.32 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.44 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. പശ്ചിമ ബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. നിയമസഭയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. UCC കരട് ബിൽ ജൂലൈ 2-ന് സംസ്ഥാന മന്ത്രിസഭ പരിഗണിക്കും. ഇതിനുശേഷം ഓഗസ്റ്റിൽ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. UCC ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ ഒരു സമിതിയെയും സർക്കാർ രൂപീകരിച്ചിട്ടില്ല. മുൻ സുപ്രീം കോടതി ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയാണ് സമിതിക്ക് നേതൃത്വം നൽകുന്നത്. നിയമ വിദഗ്ധരും വിദ്യാഭ്യാസ പ്രവർത്തകരും ഉൾപ്പെടെ വിവിധ മേഖലകളിലെ പ്രമുഖർ സമിതിയിൽ അംഗങ്ങളായിരിക്കും. റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിക്ക് 1 മാസത്തെ സമയമാണ് നൽകിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ഓഗസ്റ്റിൽ ബിൽ സഭയിൽ കൊണ്ടുവരികയെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. UCC നടപ്പാക്കുന്നതിൽ നിന്നും പിന്നോട്ടില്ല എന്ന് സുവേന്ദു അധികാരി വ്യക്തമാക്കി. എന്തുവന്നാലും ബംഗാളിൽ UCC നടപ്പാക്കുമെന്നും UCC ബിൽ അവതരിപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ കോച്ചിംഗ് സെന്ററുകളെ നിയന്ത്രിക്കാനുള്ള നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. കോച്ചിംഗ് സെന്ററുകൾക്കായുള്ള ദേശീയ നിയമം കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്രം. JEE, NET, CUTE പരീക്ഷകളുടെ പരിഷ്കാരത്തിനാണ് സർക്കാർ നീക്കം. കോച്ചിംഗ് സെന്ററുകളിലെ ടോപ്പർ പരസ്യങ്ങൾക്ക് ഇതോടെ കടിഞ്ഞാൻ വീഴും. കോച്ചിംഗ് സെന്ററുകൾ അധ്യാപക യോഗ്യത, വിജയനിരക്ക് എന്നിവ വെളിപ്പെടുത്തണമെന്നും നിയമത്തിൽ കൊണ്ടുവരും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 2 മുതൽ 3 മണിക്കൂർ കോച്ചിംഗ് പരിധി ഉണ്ടായിരിക്കും. കൂടാതെ 12ാം ക്ലാസ്സിന് ശേഷം മാത്രമായിരിക്കും തീവ്ര കോച്ചിംഗ് ഉൾപ്പെടെയുള്ളവ നൽകാൻ പാടുള്ളൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും നിയമത്തിന്റെ പരിധിയിൽ വരും. നിയമവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം നിയോഗിച്ച സമിതി റിപ്പോർട്ട് ഉടൻ തന്നെ നൽകും. ആന്ധ്രാപ്രദേശിലെ വിജയവാഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓൺലൈൻ ഭീകര സംഘത്തെ കണ്ടെത്തി NIA. 50-നടക്കം ആളുകൾ ഈ സംഘത്തിലുണ്ട് എന്നാണ് NIA കണ്ടെത്തൽ. കേസിൽ 12 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു. 6 സംസ്ഥാനങ്ങളിലേക്ക് NIA സംഘം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 12-ന് വിജയവാഡയിൽ 23-കാരനായ മുഹമ്മദ് റഹ്മത്തുള്ള ഷെരീഫ് എന്ന വ്യക്തിയെ ആന്ധ്രാപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് കേസിന്റെ തുടക്കം. കേസിലെ ഗൗരവം കണക്കിലെടുത്ത് കഴിഞ്ഞ മാസം അവസാനം NIA അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. അന്വേഷണത്തിൽ ആന്ധ്രാപ്രദേശിന് പുറമെ മഹാരാഷ്ട്ര, തെലങ്കാന, ദില്ലി, ബീഹാർ, പശ്ചിമ ബംഗാൾ, കർണാടക, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് നീളുന്ന കണ്ണികളാണ് ഉള്ളതെന്നും NIA കണ്ടെത്തി. 12 പ്രതികളെ NIA ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തു. ഒരാൾ വിദേശത്ത് പ്രവർത്തിച്ചിരുന്നതും ഹാൻഡ്ലർ ആണെന്ന് NIA കണ്ടെത്തൽ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, എൻസ്ക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് ആപ്പുകൾ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി യുവാക്കളെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. ഇവർക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ-ഖ്വയ്ദ എന്നീ നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ട് എന്നും NIA വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ ശൃംഖലകളെ കണ്ടെത്താൻ NIA അന്വേഷണം ശക്തമാക്കി. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങൾ ബോംബ് സ്ഫോടനവും ചാവേർ ആക്രമണവുമാണ് സംഘം ലക്ഷ്യമിട്ടുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് വൻ വിദേശ നിക്ഷേപം. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC ആണ് നിക്ഷേപവുമായി രംഗത്തെത്തുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരിയും MSC സ്വന്തമാക്കി. MSCയുടെ ഉപവിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് വിഴിഞ്ഞം തുറമുഖത്തിൽ 13,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. അതേസമയം വൻ നിക്ഷേപം നടത്തുന്നതോടെ തുറമുഖത്തിന്റെ ശേഷി 16 ലക്ഷം TEU-വിൽ നിന്നും 57 ലക്ഷം TEU ആകും. കേരളത്തിലെ ഏറ്റവും ഉയർന്ന വിദേശ നിക്ഷേപമാണ് MSC നടത്തുന്നത്. തുറമുഖ വളർച്ചയിൽ കുതിച്ചുചാട്ടമെന്ന് അദാനി പ്രതികരിച്ചു. 13,000 കോടിയുടെ നിക്ഷേപമാണ്. എന്നാൽ 2075-ൽ തുറമുഖം സംസ്ഥാനത്തിന് കൈമാറുമ്പോൾ MSCയുടെ റോൾ എന്താകുമെന്നതിലാണ് ആകാംക്ഷ. മത്സ്യത്തൊഴിലാളികളുടെ ആനുകൂല്യം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിനിടെ നിയമസഭയിൽ ബഹളം. ഫിഷറീസ് മന്ത്രിക്ക് മറുപടി പറയാൻ കഴിവുകേടുണ്ടെന്ന് വരുത്തുന്ന രീതിയിൽ ഇടപെട്ടു എന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരാമർശത്തിന് പിന്നാലെയാണ് സഭയിൽ ബഹളമുയർന്നത്. അടിയന്തര പ്രമേയത്തിൽ ഫിഷറീസ് മന്ത്രി മറുപടി പറയുന്നതിനിടെ വനമന്ത്രി ഷിബു ബേബി ജോൺ സംസാരിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പിണറായി വിജയന്റെ പരാമർശം. പിണറായിയെ പോലെ ഒരാൾ അങ്ങനെ പറയരുതെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അതേസമയം ഷിബു ബേബി ജോൺ ഇടയ്ക്ക് കയറിയതിനെ മുഖ്യമന്ത്രി VD സതീശൻ ന്യായീകരിച്ചു. ഭരണപക്ഷം പ്രതിഷേധം ഉയർത്തുന്നതോടെ ആരെയും അപമാനിച്ചിട്ടില്ല എന്നും ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ലെന്നും പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെ തോന്നുന്ന തരത്തിൽ ഇടപെടൽ ഉണ്ടാകരുതെന്നാണ് പറഞ്ഞതെന്നാണ് പിണറായി വിശദീകരിച്ചത്. ട്രോളിംഗ് നിരോധന കാലത്ത് പഞ്ഞമാസ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്ന പരാതി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സജി ചെറിയാന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സർക്കാർ വന്ന് 1.5 മാസത്തിൽ എല്ലാം ശരിയാകുമെന്ന ധാരണയില്ല. 10 ലക്ഷം മത്സ്യത്തൊഴിലാളികളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും കടലിൽ പോകാനാകാത്ത അവസ്ഥയും ജീവിതം ദുരിതമാക്കുന്നു. കേന്ദ്ര വിഹിതം ഒരു കാലത്തും സമയത്ത് കിട്ടിയിട്ടില്ല. അത് നേരത്തെ തന്നെ സംസ്ഥാനം നൽകുകയാണ് പതിവ്. കഴിഞ്ഞ 5 വർഷവും അതുതന്നെയാണ് ചെയ്തതെന്നും സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടി.
മത്സ്യത്തൊഴിലാളികൾക്ക് സമ്പാദ്യ സമാശ്വാസ പദ്ധതി വഴി സഹായവും സൗജന്യ റേഷനും നൽകാറുണ്ടെന്നും ഫിഷറീസ് മന്ത്രി വി അബ്ദുൾ ഗഫൂർ മറുപടി നൽകി. ആദ്യ ഗഡുവായി 1500 രൂപ 3 ജില്ലകളിൽ നൽകി. ബാക്കി ഇടങ്ങളിൽ അധികം വൈകാതെ തന്നെ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആദ്യ ഗഡു നൽകാറുള്ളത്. രണ്ടാം ഗഡു കേന്ദ്ര സഹായമാണ്. അത് കിട്ടാനുള്ള നടപടി തുടങ്ങിയെന്നും മന്ത്രി വ്യക്തമാക്കി. ബഡ്ജറ്റിൽ ഫിഷറീസിന് അധിക വിഹിതമാണ് നൽകിയതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും വിശദീകരിച്ചു. സർക്കാരിന്റെ മുൻഗണനകളിൽ ഒന്നാണ് തീരദേശ ജനത. കഴിഞ്ഞ സർക്കാർ കാലത്ത് 5000 കോടി പാക്കേജിൽ നാമമാത്രമാണ് ചിലവാക്കിയത്. 2000 കോടി ഓഹി പാക്കേജിൽ 1 രൂപ നടപ്പാക്കിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സഹായം വൈകിയാൽ സംസ്ഥാനം നൽകുമെന്നും ഒരു ആശങ്കകൾക്കും ഇടമില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി ധനകാര്യ ബില്ലിൽ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിലും നികുതി നിർദ്ദേശം ഒഴിവാക്കി അവതരിപ്പിക്കണമെന്ന് CPM നേതാവ് AK ബാലൻ. ഇതു സംബന്ധിച്ച് സ്പീക്കർക്ക് നേരിട്ട് കത്ത് നൽകിയിട്ടുണ്ട് എന്നും മദ്യനയ വിവാദത്തിൽ പ്രതിപക്ഷം ശക്തമായ നിലപാടെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF ഇതുവരെയും മദ്യനയം വ്യക്തമാക്കിയിട്ടില്ല. മദ്യനയം വ്യക്തമാകാത്ത ഒരു നിർദ്ദേശത്തിലാണ് നികുതി നിർദ്ദേശം വെച്ച് ധനകാര്യ ബില്ല് അവതരിപ്പിക്കുന്നത്. ഇത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നും ഉള്ളടക്കത്തിലും ആശയത്തിലും തുടങ്ങിയ എല്ലാ കാര്യത്തിലും വ്യത്യാസമുണ്ട് എന്നും AK ബാലൻ പറഞ്ഞു. മേൽക്കൂര കെട്ടിയതിനു ശേഷം അടിത്തറ കെട്ടാം എന്ന് പറയുന്നത് പോലെയാണ് UDF ചെയ്യുന്നത്. വിഡ്ഢിത്തരം നിയമവിരുദ്ധവുമാണ്. ധനകാര്യ ബില്ല് അവതരിപ്പിക്കുന്നുണ്ട് എങ്കിൽ VM സുധീരൻ ആവശ്യപ്പെട്ടതുപോലെ നികുതി നിർദ്ദേശം ഒഴിവാക്കി വേണം അവതരിപ്പിക്കേണ്ടത്. ഇതു സംബന്ധിച്ച് താൻ സ്പീക്കർക്ക് നേരിട്ടൊരു കത്ത് കൊടുത്തിട്ടുണ്ട്. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുക എന്നുള്ളത് ചട്ടമാണ്. എന്നാൽ ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നില്ല. ഇത് നിയമസഭയോടും സാമാജികരോടുമുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. ഇനി സ്പോർട്സ്. ലോകകപ്പ് വേദിയിൽ നെതർലൻഡ്സിനെ വേട്ടയാടുന്ന പെനാൽറ്റി ഷൂട്ടൌട്ട് ശാപം ഇത്തവണയും ഒഴിഞ്ഞുപോയില്ല. ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ മുൻ റണ്ണേഴ്സ് അപ്പുകളായ നെതർലൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വെട്ടി മൊറോക്കോ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തു. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനില പാലിച്ചതിനെ തുടർന്നാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയത്. ഭാഗ്യനിർഭാഗങ്ങൾ മാറി മറിഞ്ഞ പെനാൽറ്റി ഷൂട്ടിൽ 3-2 മൊറോക്കോ ജയിച്ചു കയറിയത്. ഷൂട്ടൌട്ടിൽ നെതർലൻഡ്സ് 3 കിക്കുകൾ പാഴാക്കിയപ്പോൾ മൊറോക്കോ 2 കിക്കുകൾക്ക് നഷ്ടമായി. നിർണായകമായ 5 കിക്ക് ഗോളാക്കി ഇസ്മയിൽ സൈബാരിയാണ് മൊറോക്കോയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. നേരത്തെ നിശ്ചിത സമയത്ത് ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായിരുന്നില്ല. മൊറോക്കോൻ ആക്രമണങ്ങൾക്ക് മുന്നിൽ നെതർലൻഡ്സ് വിറച്ചെങ്കിലും ഗോൾ വഴങ്ങാതെ പിടിച്ചു നിന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ 72 മിനിറ്റിൽ കോഡി ഗക്പോയുടെ ഗോളിൽ നെതർലൻഡ്സ് ലീഡെടുത്തു. ഒരു ഗോൾ ജയവുമായി നെതർലൻഡ്സ് പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു എന്ന് കരുതിയപ്പോഴാണ് ഇഞ്ചറി ടൈമിൽ ഇസ ഡിയോപ്പിന്റെ മിന്നൽ ഹെഡിൽ നെതർലൻഡ്സ് ഹൃദയം തകർത്ത് വലതുളച്ചത്. വിജയം ഉറപ്പിച്ചിരിക്കെ വന്ന അപ്രതീക്ഷിത ഗോൾ നെതർലൻഡ്സിന്റെ കനത്ത ആഘാതമായി. എക്സ്ട്രാ ടൈമിൽ മൊറോക്കോ പലവട്ടം ഗോളിനടുത്തെത്തിയെങ്കിലും ഗോൾ കീപ്പർ ബാർട്ല വെർബ്രഗിന്റെ മിന്നും സേവുകൾ അവർക്ക് രക്ഷയായി. എന്നാൽ ഷൂട്ടൌട്ടിൽ വെർബ്രഗിനെ നെതർലൻഡ്സിനെ രക്ഷിക്കാനായില്ല. നെതർലൻഡ്സിന്റെ ജസ്റ്റിൻ ക്ലൈവർട്ട്, കിൻഡൻ ഡിംബർ, സമർവെല്ല എന്നിവർ കിക്കുകൾ പാഴാക്കിയപ്പോൾ മൊറോക്കോയുടെ നെയ്രൽ എൽ ഐമോന്റെ ക്യാപ്റ്റൻ അഷ്റഫ് ഹമീക്ക് കിക്ക് പാഴാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് അവരോധിക്കപ്പെടാനുള്ള തയ്യാറെടുപ്പിനിടെ ബ്രിട്ടനെ ഉദ്യോഗസ്ഥ ഭരണത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുമെന്ന പ്രഖ്യാപനവുമായി ബെൻഹാം രംഗത്ത്. രാജ്യത്തെ നയിക്കാൻ താൻ പ്രാപ്തനാണെന്ന് അറിയിക്കാനായി ബെൻഹാം അവതരിപ്പിക്കുന്നത് 10 വർഷത്തെ ബ്ലൂ പ്രിന്റ്. UK-യിൽ വിദേശ കെയർ വർക്കർമാർക്ക് സ്ഥിരതാമസം ലഭിക്കാൻ നിലവിലെ 5 വർഷത്തിനു പകരം 10 വർഷം കാത്തിരിക്കണമെന്ന സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. രാജ്യത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്ന പദ്ധതികളാണ് 10 വർഷത്തെ ദൗത്യമായി ബെൻഹാം അവതരിപ്പിക്കുക. UK-യിലെ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ അപ്രന്റീസ്ഷിപ്പ് പദ്ധതികൾക്കും തൊഴിൽ പിന്തുണ ഗ്രാന്റുകൾക്കും കൂടുതൽ സർക്കാർ ധനസഹായം നൽകണമെന്ന് റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ. ചാൻസലർ റിച്ചർഡ് റിവ്സ് കൊണ്ടുവന്ന തൊഴിൽ നികുതി വർധനവ് തൊഴിലുടമകളുടെ ചെലവ് കൂട്ടിയെന്നും അതിന്റെ ആഘാതം യുവാക്കളുടെ നിയമനത്തിൽ പ്രകടമാണെന്നും ബിസിനസ് സംഘടനകൾ. തൊഴിലുടമകളുടെ നാഷണൽ ഇൻഷുറൻസ് സംഭാവന വർധനവ് പിൻവലിക്കുകയോ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് കുറഞ്ഞ വേതനം കുറയ്ക്കുകയോ ചെയ്താൽ യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുമെന്ന ബിസിനസ് സംഘടനകളുടെ വാദം തള്ളിക്കളഞ്ഞു. UK-യിൽ നിന്നും വർഷാവർഷം നാടുകടത്തുന്ന അനധികൃത കുടിയേറ്റക്കാർ അധികം വൈകാതെ ഇവിടേക്ക് തിരിച്ചെത്തുന്നതായി കണ്ടെത്തൽ. ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വീണ്ടും ഭാഗ്യപരീക്ഷണത്തിനായി ബ്രിട്ടനിലെത്തുന്നത്. 2021 മുതൽ 25 വരെയുള്ള കാലയളവിൽ തിരിച്ചെത്തിയത് 4300 പേർ. ഏകദേശം 723 കുടിയേറ്റക്കാർ 2 അതിലേറെയോ തവണ നാടുകടത്തപ്പെട്ടവർ. നിയമപരമായി ബ്രിട്ടനിലെത്തുന്ന കുടിയേറ്റക്കാർക്ക് വെല്ലുവിളിയാവുകയാണ് അനധികൃത കുടിയേറ്റക്കാർക്കും ചെറുബോട്ടിൽ എത്തിയവർക്കും ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നത്. ഇറാനും US-ഉം ആക്രമണം നിർത്തി. US-ഉം ഇറാനും വാരാന്ത്യത്തിൽ പുനരാരംഭിച്ച ആക്രമണ പ്രത്യാക്രമണം നിർത്തിവെച്ചു ചർച്ചയുമായി മുന്നോട്ടു പോകാൻ ധാരണ. ആക്രമണത്തിൽ നിന്ന് ഇരു കക്ഷികളും പിന്മാറിയെന്നും ധാരണാപത്രത്തിലെ വ്യവസ്ഥ പ്രകാരം ഹോർമൂസ് കടലിടുക്കിലൂടെ ഇരുവശത്തേക്കുമുള്ള കപ്പൽ നീക്കം സ്വതന്ത്രമായി നടക്കുമെന്നും അധികൃതർ.
ഇരു കൂട്ടരും അന്യോന്യം ആക്രമണം നടത്തിയത് സമാധാന കരാർ അന്തിമമാക്കാനുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കുമോ എന്ന ആശങ്കയിലെന്ന് സൈന്യം. വടക്കൻ ജർമ്മൻ നഗരമായ സ്റ്റഡിലുണ്ടായ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെടിവെപ്പിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ജനങ്ങൾ സ്വന്തം സുരക്ഷ മുൻനിർത്തി പ്രദേശത്തു നിന്ന് മാറി നിൽക്കണമെന്നും പോലീസിന്റെ താക്കീത്. സംഭവത്തെ തുടർന്ന് പോലീസ് പ്രദേശത്ത് വൻതോതിലുള്ള സുരക്ഷാ ഓപ്പറേഷൻ നടത്തി. അമേരിക്കയെ അപേക്ഷിച്ച് ജർമ്മനിയിൽ തോക്ക് കൈവശം വെക്കുന്നതിനുള്ള നിയമങ്ങൾ വളരെ കർശനമായതിനാൽ കൂട്ടവെടിവെപ്പുകൾ അപൂർവമായാണ് സംഭവിക്കാറുള്ളത്. വെടിവെപ്പിന് പിന്നിലെ കാരണം വ്യക്തമല്ല. പശ്ചിമ ബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. UCC ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ മുൻ സുപ്രീം കോടതി ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു സർക്കാർ. റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിക്ക് 1 മാസത്തെ സമയം. UCC കരട് ബില്ലിൽ ജൂലൈ 2-ന് സംസ്ഥാന മന്ത്രിസഭ പരിഗണിക്കും. ഓഗസ്റ്റിൽ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സുവേന്ദു അധികാരി. എന്തുവന്നാലും ബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും UCC ബിൽ അവതരിപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി. കോച്ചിംഗ് സെന്ററുകളെ നിയന്ത്രിക്കാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത്. കോച്ചിംഗ് സെന്ററുകളെ നിയന്ത്രിക്കാനുള്ള നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതായി ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് വിവാദം ഉയർന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. കോച്ചിംഗ് സെന്ററുകളുമായുള്ള ദേശീയ നിയമം കൊണ്ടുവരുമെന്നും JEE, NEET, CUET പരീക്ഷകൾ പരിഷ്കരിക്കുകയും ചെയ്യുമെന്നും കേന്ദ്ര സർക്കാർ. കോച്ചിംഗ് സെന്ററുകളിൽ അധ്യാപകരുടെ യോഗ്യതയും വിജയനിരക്കും വെളിപ്പെടുത്തണമെന്നും പുതിയ നിയമം അനുശാസിക്കുന്നു. പുതിയ നീക്കത്തോടെ കടിഞ്ഞാൻ വീഴുന്നത് കോച്ചിംഗ് സെന്ററുകളിലെ ടോപ്പർ പരസ്യങ്ങൾക്ക്. വിഴിഞ്ഞം തുറമുഖത്ത് വൻ വിദേശ നിക്ഷേപത്തിനൊരുങ്ങുകയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയായ MSC. ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് വിഴിഞ്ഞം തുറമുഖത്തിൽ 13,000 കോടി രൂപയുടെ വൻ നിക്ഷേപം നടത്തും. പുതിയ നിക്ഷേപത്തോടെ തുറമുഖത്തിന്റെ ശേഷി 16 ലക്ഷം TEU-വിൽ നിന്നും 57 ലക്ഷം TEU ആയി മാറും. കേരളത്തിലെ ഏറ്റവും ഉയർന്ന വിദേശ നിക്ഷേപമാണ് ഇത് MSC നടത്തുന്നതെന്നും തുറമുഖ വളർച്ചയിലെ കുതിച്ചുചാട്ടമാണെന്നും പ്രതികരിച്ച് അദാനി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി MSC സ്വന്തമാക്കും. 2075-ൽ തുറമുഖം സംസ്ഥാനത്തിന് കൈമാറുമ്പോൾ MSCയുടെ റോൾ എന്താകുമെന്ന ആകാംക്ഷയിൽ കേരള സർക്കാർ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.